ഡോക്ടർ മേരി ജോർജ്, ഈ 2021 ഒക്ടോബർ മാസം കില പുറത്തിറക്കിയ ഈ കൈപ്പുസ്തകം ഡോക്ടർ മേരി ജോർജ് മാം കണ്ടിട്ടുണ്ടോ? അതിൽ ഈ അതിദരിദ്രരെ കണ്ടെത്താനുള്ള മിഷന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ട് 2021 നവംബർ മാസം 20-ആം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി, അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് മാഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ ജില്ലാതലത്തിൽ ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് നടക്കുന്നതും പിന്നീട് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ട്രെയിനിങ് ഇവർ നടത്തുന്നതും ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികൾക്കും പ്രത്യേകം ട്രെയിനിങ് നടത്തുന്നതും പഞ്ചായത്ത് സമിതികളും വാർഡ് തലത്തിലും ഫോക്കസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതുമൊക്കെ പല സമയങ്ങളിലാക്കി കില അവരുടെ വെബ്സൈറ്റിലിടുകയും ഇതുമായി ബന്ധപ്പെട്ടവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും തുടർന്ന് ചില മാധ്യമങ്ങളെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പൊടുന്നനെ സംഭവിച്ചതല്ല എന്ന സർക്കാരിൻ്റെ വിശദീകരണം വിശ്വാസയോഗ്യമല്ലേ ഡോക്ടർ മേരി ജോർജ്? ഈ പറയപ്പെട്ട ഏതെങ്കിലും പ്രചാരണ തന്ത്രം ശരിയല്ല, തെറ്റാണെന്ന് ഒരഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇവരെ കില പുറപ്പെടുവിക്കുന്നതെല്ലാം അതുപോലെ വായിക്കുകയും വിഴുങ്ങുകയും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യാൻ പൊതുജനത്തിന് പറ്റില്ല. ഇപ്പം മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വായിക്കണമെന്ന് പറഞ്ഞല്ലോ, പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞല്ലോ മിസ്റ്റർ അനിൽകുമാർ. ഞാൻ ദ ഹിന്ദു, മാതൃഭൂമി, മലയാള മനോരമ ഈ 3 പത്രവും വീട്ടിൽ വരുത്തി വായിക്കുന്ന ഒരു വനിതയാണ്. അപ്പോൾ പത്രം വായിക്കാത്തവരാണ് എന്ന് പറയരുത്. അത് പോകട്ടെ. ഇനി അനിൽകുമാർ ആദ്യം പറഞ്ഞു തിരുനെല്ലിയിൽ നിങ്ങളുടെ ഈ സർവേ ഗ്രൂപ്പ് പോയിരുന്ന കാര്യവും അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റിയും പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഡോക്ടർ അരുൺകുമാറിനോട് തന്നെ ചോദിക്കുക, 1-2 ആഴ്ച മുൻപല്ലേ അവിടെ നിന്ന് വന്ന ഒരു വാർത്ത, തിരുനെല്ലിയിലെ ഒരു ട്രൈബൽ ഗേൾസ് സ്കൂൾ 127 കുട്ടികൾക്ക് താമസിക്കാൻ 3 മുറികൾ മാത്രം, 127 പെൺകുട്ടികൾക്ക് താമസിക്കാൻ 3 മുറികൾ മാത്രം, ഒറ്റ ശൗചാലയം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരുനെല്ലിയെ പറ്റി കിട്ടുന്ന അഭിപ്രായം എത്ര മനോഹരമായിരിക്കും, എത്ര മനോജ്ഞമായിരിക്കും എന്നൊന്ന് ആലോചിച്ച്. നിങ്ങളൊക്കെ അതേപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാകും. വെറുതെ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചർച്ച ചെയ്യില്ല. ഞങ്ങളുടെ പ്രതിനിധിയാണ് ആ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. തിരുനെല്ലി അടക്കമുള്ള ഈ ഉന്നതികളിൽ സമാനമായ അവസ്ഥകളുണ്ട്. പക്ഷേ അതിദാരിദ്ര്യം എന്ന നിർവചനത്തിൽ, നിരാലംബരായ മനുഷ്യരുടെ നിർവചനത്തിൽ പെടുന്നതല്ലാതെ അവിടെ തീർച്ചയായും സർക്കാരിന്റെ കൂടുതൽ ശ്രദ്ധ പതിയേണ്ട ഇടമാണ്. മേരി ജോർജ് മാം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ തിരുനെല്ലി, വടക്കാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പൈലറ്റ് സ്റ്റഡി നടന്ന സ്ഥലങ്ങളാണ്. ഈ പൈലറ്റ് സ്റ്റഡി നടന്ന സ്ഥലങ്ങളിൽ ആ വാർത്ത അന്ന് സംപ്രേഷണം ചെയ്തതാണ്, അന്ന് പ്രതിനിധീകരിച്ചിരുന്നതാണ്. അതിൻ്റെ മാതൃക എന്ന വണ്ണമാണ് ഇപ്പോൾ കോട്ടയത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും ഒക്കെ ദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം നടക്കുന്നത്. അത് നടത്തുന്ന സമയത്ത് അന്ന് മിണ്ടാതിരുന്നിട്ട് കേരളം ഒട്ടാകെ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനെതിരെ വിമർശിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. ഞാൻ പറയുന്നത്, അതായത് ഒരു വ്യക്തിക്കും, കേരളത്തിലെ ഒരു വ്യക്തിക്കും സംസ്ഥാന തലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയത്തും ഇടപെട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഹ്യൂമൻലി ഇംപോസിബിൾ. അത് മനസ്സിലാക്കണം ഈ വിമർശിക്കുന്നവർ. ഇനി അത് കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു ക്രോണി ക്യാപിറ്റലിസമാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്, കേരളം മാത്രം ഒരു വ്യത്യസ്ത മാതൃകയാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, 25-26 ബജറ്റിൽ കൊണ്ടുവന്ന പ്ലാൻ ബി എന്താണ്? PPP മോഡ് എന്ന് പറയുന്നത് എന്താണ്? PPP മോഡ് കൊണ്ടുവന്ന എന്തിനാണ്? കിഫ്ബി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് എന്ന് ഇവർ പറയുന്നു, ഗവൺമെൻറ് പറയുന്നു. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും RBIയും CAGയും പറയുന്നു അല്ല, അത് ബജറ്റിൻ്റെ ഭാഗമാണ് എന്ന്. അപ്പോൾ അതിന് എന്ന് തെളിയിക്കാൻ വേണ്ടി, അതായത് ബജറ്റിലേക്ക് വരുന്ന ഇൻകം, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ കൊടുക്കാൻ പോകുന്നു. ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഡീറ്റെയിൽസൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. അങ്ങനെ പോകുന്നു. അതുകൊണ്ട് അത് ബജറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് ഇവരൊക്കെ ആവർത്തിച്ചത്. അപ്പോൾ അതിന് പകരം അതിനെ ഒരു ലാഭമുണ്ടാക്കുന്നതായി തീരാൻ വേണ്ടി PPP മോഡിൽ ആക്കുക, അതുപോലെ പല കാര്യങ്ങളും ആ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങൾ മന്ത്രി വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു കാര്യങ്ങൾ വ്യക്തമായോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.
തീർച്ചയായിട്ടും അരുൺകുമാർ അത് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഈ ക്രിറ്റിസിസം വിമർശിക്കുന്നവർ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ എന്ന് പറയുകയല്ല ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഡ്യൂട്ടി. ശ്രീകുമാർ പറഞ്ഞതുപോലെ അത്തരമൊരു വൈമുഖ്യം സർക്കാർ കാട്ടരുത്. ഇനിയാണെങ്കിലും ഈ വിദഗ്ധരുടെ സംശയങ്ങൾക്ക് നേരിട്ട് ഇതിപ്പോൾ രണ്ടിടങ്ങളിൽ ഇരുന്നാണ് ഈ സംവാദം നടക്കുന്നത് എന്നതിൻ്റെ ഒരു പരിമിതി കൂടിയുണ്ട്. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ മേരി ജോർജ് മാം. Debate with Dr. Arun Kumar.